18ാം പാർലമെന്റിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഉൾപ്പെടെ CPM-ലും ഇടതുപക്ഷത്തും മുന്നണിയിലും വളരെയധികം ശക്തമായ കലഹം ഉണ്ടായിരിക്കുന്നു. ആ കലഹങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒന്നാം സർക്കാർ കഴിഞ്ഞ് രണ്ടാം സർക്കാർ വരുമ്പോൾ തന്നെ വിവാദപരമായ പല തീരുമാനങ്ങളും എടുത്ത് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം തെളിയിക്കുന്ന രീതിയിലാണ് ഈ രണ്ടാം പിണറായി സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അപ്രമാദിത്വം, പിണറായി വിജയൻ്റെ അപ്രമാദിത്വം മന്ത്രിസഭയിൽ ആദ്യം തന്നെ അദ്ദേഹം അത് തെളിയിച്ചു. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന വളരെ എഫിഷ്യൻ്റായിട്ട് കഴിവ് തെളിയിച്ച തോമസ് ഐസക്കിനെയും G. സുധാകരനെയും പോലുള്ള വളരെയധികം ഭരണപാഠവുമുള്ള നല്ല നേതൃത്വമുള്ള കഴിവുള്ള മന്ത്രിമാരെ എല്ലാം തന്നെ മാറ്റിയിട്ട് മൂന്നാം കിടക്കാരെന്നോ നാലാം കിടക്കാരായിട്ടുള്ളവരെ ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല ആയിട്ട് കൂട്ടണ്ട. ഇതിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും ഒറ്റ സീറ്റിൽ മാത്രം CPM-ഉം LDF-ഉം ഒതുങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന വിമർശനങ്ങളുടെ ഭാഗം കൂടെയാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞതായിട്ട് എന്നുള്ളതിലുപരി ഇത് ഇപ്പോൾ CPM-നകത്ത് ജില്ലാ ഘടകങ്ങളെല്ലാം തന്നെ ശക്തമായിട്ട് ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ എടുത്ത് പറയുകയാണ്. ഓരോ അക്കമിട്ട് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളോടും പൊതുസമൂഹത്തോടും സമൂഹത്തിൽ മാന്യതയും മര്യാദയും സംസ്കാരമുള്ളവർക്കെതിരെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് അദ്ദേഹത്തെ വിമർശിക്കുക. അദ്ദേഹത്തിന് വിമർശനം എന്ന് പറയുന്ന സംഭവം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളായിട്ട് അദ്ദേഹം ഈ തുടർഭരണം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹം അത്തരത്തിലുള്ളൊരു അസഹിഷ്ണുതയൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ തുടർഭരണം കിട്ടി കാണിക്കുന്ന അസഹിഷ്ണുത എന്ന് പറയുന്നത് അത് ജനത്തിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കാർക്കും പാർട്ടി അണികൾക്കും ജില്ലാ ഘടകങ്ങൾക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റിക്കും പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അസഹനീയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും വാക്കുകളിലും നോട്ടത്തിലും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പാർട്ടിയുടെ കൊല്ലം ജില്ലാ ഘടകമാണ് കഴിഞ്ഞ ദിവസം അക്കമിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് എന്തിനാണ് ഈ മൈക്ക് കാണുമ്പോൾ ഇത്രയും അസഹിഷ്ണുത? അദ്ദേഹം എന്തിനാണ് മാർ കുറിലോസ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു CPM-ൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ താല്പര്യത്തോടു കൂടി സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതൻ എന്നുള്ള മേൽപ്പെട്ടക്കാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും കമ്മ്യൂണിസത്തോട് താല്പര്യം കാണിക്കുന്ന അദ്ദേഹം ഒരു വിമർശനം നടത്തിയപ്പോൾ അത് തിരുത്തുന്നതിന് പകരം, അത് ഉൾക്കൊള്ളുന്നതിന് പകരം അദ്ദേഹത്തെ അവഹേളിച്ച അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ എടുത്ത് അക്കമിട്ട് പറയുന്നു. അതുകൂടാതെ കൃത്യമായിട്ട് പറയുന്നു, അദ്ദേഹം നവകേരള സദസ്സ് നടത്തിയപ്പോൾ അക്രമത്തിന് ആഹ്വാനം ചെയ്തത് ഉൾപ്പെടെ പറയുന്നുണ്ട്. SFIയുടെ പിടിപ്പുകേട്, SFI കാണിക്കുന്ന അക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓരോ ചെയ്തികളെയും അക്കമിട്ടുകൊണ്ടാണ് ഓരോ ജില്ലാ ഘടകങ്ങളും അദ്ദേഹത്തെ വിമർശിക്കുന്നത്. കാരണം ഇതെല്ലാം തന്നെ അവരൊരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആത്യന്തികമായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് വീണ്ടും രണ്ടാമതും പിണറായി വിജയൻ നേതൃത്വം നൽകിയിരുന്നപ്പോഴും നടത്തിയിരുന്ന 19 തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ച. ഒറ്റ സീറ്റ്, അതന്ന് ആരിഫാണ്, AM ആരിഫ് ആലപ്പുഴ ജയിച്ചു. ഇത്തവണ നമുക്ക് പാലക്കാട് നിന്നുകൊണ്ട് ശ്രീ K. രാധാകൃഷ്ണനാണ് ജയിച്ചത്. ആ രീതിയിൽ 2 പേര് മാത്രം, ഒറ്റ വ്യക്തികൾ, അത് അവരുടെ വ്യക്തിത്വം കൊണ്ട് മാത്രം കിട്ടിയ വിജയമാണ് CPM-നുള്ളത്. ആ ഒരു സാധനം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു പോയാലും ഇനിയും രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കേണ്ടി വരുന്നവരെ, ഇത്രയും കാലം രാഷ്ട്രീയക്കാരായി പ്രവർത്തിച്ചവർക്ക് ഇനി എന്ത് രാഷ്ട്രീയം പറയും? പാർട്ടി ഇവിടെയും കൂടെ ഇല്ല, ത്രിപുരയിലെ പോലെ പശ്ചിമ ബംഗാളിലെ പോലെ പാർട്ടി ഇല്ലാണ്ടാകിയാൽ ഞങ്ങൾ എവിടെ ചെന്ന് ചാകും എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു മനസ്സിൻ്റെ വിങ്ങലാണ് എല്ലാ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിൻ്റെ അവസാനങ്ങളിലും പിന്നെ രണ്ടാം പിണറായി സർക്കാർ തുടർഭരണം കിട്ടിയപ്പോൾ വന്നപ്പോഴുള്ള മിസ്ഡീഡ്സ്, അഴിമതികളെല്ലാം തന്നെ ഇവൻസ് ഓഫ് കറപ്ഷൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വെറും അലിഗേഷനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇതൊന്നും ആക്ഷേപങ്ങളല്ല, ഇതെല്ലാം സംഭവങ്ങളാണ്. എല്ലാം സംഭവങ്ങളായിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം അഴിമതിയിൽ മുച്ചൂടും കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലോ പോലും യാതൊരു വിധത്തിലുള്ള സഭ്യതയും പാലിക്കുന്നില്ല എന്നുള്ളത്. അഹങ്കാരവും ധാർഷ്ട്യവും മാത്രമാണ് ഉള്ളതെന്ന് ഇത് എല്ലാവരുടെയും പൊതുജനത്തിൻ്റെയും
പാർട്ടി അണികളുടെയും ജില്ലാ ഘടകങ്ങളിലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ അത്തരം വിമർശനങ്ങൾ വന്നിരിക്കുന്നു. നമുക്കറിയാം, കണ്ണൂരിൽ നിന്നുള്ള ലോബി, കണ്ണൂർ ഘടകം, കണ്ണൂരിൽ നിന്നുള്ള ലോബിയാണ് കേരളത്തിൻ്റെ ഭരണം കൈക്കലാക്കിയിരിക്കുന്നു എന്ന് വരെ കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി കണ്ണൂരുകാരനാണ്, പ്രതിപക്ഷ LDF കൺവീനർ കണ്ണൂരുകാരനാണ് ഇ പി ജയരാജൻ. അതുകൂടാതെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ ഭരണം മൊത്തം പിടിച്ചിരിക്കുന്നു. അതുകൂടാതെ അവർ എടുത്തു പറയുന്നുണ്ട്, കൊല്ലം ജില്ലാ ഘടകം എടുത്തു പറയുന്നുണ്ട്, മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഇരിക്കുന്നവർ പോലും കൂടുതലും കണ്ണൂരുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് യാതൊരു പ്രാതിനിധ്യവും പാർട്ടിയിലെ അണികൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കൾക്കോ പോലും നൽകാത്ത ഒരു തുടർഭരണം ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അക്കമിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ ദിവസം വരെ അദ്ദേഹം ഒരക്ഷരം അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ജില്ലാ ഘടകങ്ങളിലെ നേതാക്കന്മാർ, സംസ്ഥാന കമ്മിറ്റിയിലുള്ള നേതാക്കന്മാർ, അവർക്ക് വേണം, അവർക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളെ വെറുതെ കാടടച്ച് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നു എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയെ അക്കമിട്ട് അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും, കാരണം മുഖ്യമന്ത്രിയുടെ കാലശേഷം ഞങ്ങളെങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ ആശങ്കയാണ് അവർക്കിപ്പോൾ ഈ രീതിയിൽ പൊതുജനത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും അവർക്ക്, ഇനിയിപ്പോൾ കഷ്ടിച്ച് 1.5 വർഷം കഴിയുമ്പോഴേക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അപ്പോൾ ഈ CPM-ൻ്റെ നേതാക്കന്മാരായിട്ട് അവരെങ്ങനെ ജനത്തിൻ്റെ മുന്നിൽ വരും? അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. അത് അവർക്ക് നിലനിൽപ്പിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു വിമർശനമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം ഇതിനൊന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇതിനൊന്നിലും പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും എല്ലാം ചെയ്തതെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളതെല്ലാം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇഷ്ടമുള്ളതേ ചെയ്യുള്ളൂ. എന്നെ ആരും ചോദ്യം ചെയ്യണ്ട, ഞാൻ അൺക്വസ്റ്റ്യനബിളാണ്, എന്നെ അങ്ങനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ഈവൻ പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ കമ്മിറ്റിയിൽ പോലും ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ മെനഞ്ഞാന്ന് നടന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഈ വിമർശനത്തെ സംബന്ധിച്ചിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയ ആ യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി, അദ്ദേഹം മുതിർന്ന നേതാവ് കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നടന്നത്. അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല ശക്തമായ, വളരെ അച്ചടക്കത്തോടുകൂടി എന്നാൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു 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 സമ്മേളനമായിരുന്നു, ജില്ലാ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ്, അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രി വിമർശിച്ചത് നന്നായെന്നാണോ, അല്ലെങ്കിൽ ഈ ജില്ലാ ഘടകത്തിലുള്ള പ്രവർത്തകരുടെ ആശങ്ക പങ്കുവെച്ചത് നന്നായെന്നാണോ? എന്തായാലും അതൊരു ഇരുട്ടിൽ ആളുകളെ നിർത്തുന്ന, അല്ലെങ്കിൽ അതാണ് ഞാൻ ഈ കൃത്യമായിട്ട് പറഞ്ഞത്, ജനങ്ങൾക്ക് മുന്നിൽ ഇനി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളാണ്, പ്രവർത്തകരാണെന്ന് പറഞ്ഞ് മുന്നോട്ട് ചെല്ലാൻ അവർക്ക് കഴിയാതെ നിവർത്തികേട് കൊണ്ട് ഈ പ്രവർത്തകർ മുന്നോട്ട് വന്നുള്ള ഒരു വിമർശനമാണ് നടത്തുന്നു എന്നുള്ളത് കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അപ്പോഴും മുഖ്യമന്ത്രിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു മാറ്റവും, ഒന്നും മാറ്റാൻ അദ്ദേഹം, ശൈലി മാറ്റാനും ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അവർ തമ്മിൽ ലോഗറേറ്റ്സിലായിരുന്നു, പരസ്പരം വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട് ആശയപരമായും സൈദ്ധാന്തികമായിട്ടുമൊക്കെ അവർ എതിർക്കുമായിരുന്നു. അവരെതിർക്കുമ്പോഴും അതിനകത്ത് അപ്പോഴൊക്കെ ഉള്ള വ്യാഖ്യാനം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വരുന്നത്, ഞങ്ങൾക്ക് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, ഞങ്ങൾക്ക് സ്വയം വിമർശനമുണ്ട്, ഞങ്ങൾക്ക് തെറ്റുതിരുത്തൽ നയങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതെല്ലാം തന്നെ ക്ലീശയായതാണ്. അതെല്ലാം തന്നെ പറഞ്ഞ് കേട്ട് മടുത്ത് ഒരു പ്രസക്തിയുമില്ലാത്ത 3-4 വാക്കുകളാണ് അത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം തീർച്ചയായിട്ടും ഇത്തരം സ്വയം വിമർശനമോ സ്വയം ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ മനസ്സിലായത് ഒരു റിക്കളക്ഷൻ, ആ രീതിയിൽ ഒരു തിരിഞ്ഞു നോട്ടം, പ്രവൃത്തികളെക്കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നയങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റോക്ക് ടേക്കിംഗ്, ഒരു വിലയിരുത്തൽ, അത്തരത്തിലുള്ള ഒരു സംവിധാനം അവരിലില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 8 വർഷമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തിന് കാരണം. പാർട്ടിയിൽ അപജയം ഉണ്ടായിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാർട്ടിയുടെ സ്ഥിരം വോട്ടുകളായിട്ടുള്ള ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
BJPക്കും സംഘപരിവാറിനും BDJSനും വോട്ടിൻ്റെ ശതമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. 5-ൽ നിന്നും ഒരു 7ആയി, 7-ൽ നിന്നും 10ആയി, 10-ൽ നിന്നും ഇപ്പോൾ 15-20% വരെ പോയിരിക്കുന്നു. അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടാണ്. അത് കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നു പോകുന്നതിന് തുല്യമായിട്ട് CPMനെയാണത് കൃത്യമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് ഈ ജില്ലാ ഘടകങ്ങൾ, CPMൻ്റെ ജില്ലാ ഘടകങ്ങൾ ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ വിലയിരുത്തുമ്പോൾ അവരത് മനസ്സിലാക്കുന്നു. പല ആശങ്കകൾക്കുള്ളിൽ ഇതുകൂടെ അവർ മനസ്സിലാക്കുന്നു. കാരണം BDJS എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ളവർ പാർട്ടിയിൽ നിന്ന് കൂടുതൽ, CPMൽ നിന്ന് കൂടുതൽ പേര് CPIയിൽ നിന്നും പോകുന്നുണ്ട്, CPMൽ നിന്ന് വളരെ കൂടുതലായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിൽ നിന്ന് പോകുന്നില്ല എന്നൊന്നും പറയുന്നില്ല, കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗം കുറച്ച് പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം ഈഴവ സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ പേര് BDJSലും CPMലും BJPയിലും RSSലേക്കുമുള്ള ഒഴുക്ക്. അത് എല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നയങ്ങളോ താല്പര്യങ്ങളോ അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്ന, അദ്ദേഹം മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തുന്ന മുന്നണികൾ അല്ലെങ്കിൽ സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങളാണ് അതിന് കാരണമെന്നുള്ള വിമർശനവും കൂടെ വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് മാറണമെന്ന് വരെ അവർ പറയുന്നുണ്ട്. അദ്ദേഹം മിനിമം ആഭ്യന്തര വകുപ്പ്, പരാജിതമായിട്ടുള്ള ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്, അതിൽ നിന്നെങ്കിലും ഒഴിയണമെന്നാണ് കൊല്ലം ജില്ലാ ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊത്തത്തിൽ മാറണമെന്ന എല്ലാ ആവശ്യം പൊതുജനത്തിൽ നിന്നുമുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറണം എന്നുള്ളതാണ്. കാരണം ഒരു മന്ത്രിയും അവരുടേതായ യാതൊരു വിധത്തിലുള്ള കഴിവും തെളിയിച്ചിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ മുന്നണി സംവിധാനത്തിലെ ഈ മന്ത്രിസഭ അമ്പേ പരാജയമാണ് എന്നുള്ളതുകൂടെ നമുക്ക് പറയണം.